السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ബഹുമാന്യരായ ഇസ്ലാം യൂത്ത് ഓർഗനൈസേഷൻ്റെ ഈ സമ്മേളനത്തിൻ്റെ നടത്തിപ്പുകാരുമായ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, ഈ യുവജന ക്യാമ്പിൻ്റെ രണ്ടാമത്തെ സെഷനിൽ വിശ്വാസത്തിൻ്റെ ജീവിത സാക്ഷികളായി നമ്മൾ കഴിയണം, ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന അറിയുന്ന, പഠിച്ച, എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശത്തിൻ്റെ പുനസ്മരണ നിങ്ങളോടൊപ്പം നടത്താൻ വേണ്ടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാലം നമുക്കറിയുന്ന പോലെ വളരെ വളരെ വേഗത്തിൽ തിന്മയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും തിന്മകൾ വർദ്ധിച്ചു വരികയും നമ്മളല്ലാത്ത സമൂഹം നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് മാറുകയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സൂചിപ്പിച്ചതുമാണ് ഈ ഒരു മാറ്റം. ലാ വല്ലദി ലാ യഅതി ആമുൻ ഇല്ലാ വല്ലദി ബഅദഹു ശർറും മിൻഹു ഹത്താ തൽഖൗ റബ്ബുക്കും. ഓരോ കാലം വരുംതോറും ആ കാലത്തിൻ്റെ ശേഷമുള്ള കാലം മുമ്പത്തെ കാലത്തിനേക്കാളും മോശമായിക്കൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും നമസ്കാര ശേഷം ജനങ്ങളെ അഭിമുഖീകരിച്ച് ഖുർആൻ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുകയോ അവരുടെ സംശയങ്ങൾ തീർക്കുകയോ ഒക്കെ ചെയ്യാറായിരുന്നു പതിവ്. ഒരു ദിവസം പതിവ് തെറ്റി നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയും മഗ്രിബ് മുതൽ ഇശാ വരെ നബിയെ കാത്ത് സഹാബികൾ അവിടെ ഇരിക്കുകയും ചെയ്തതും ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പായി നബി കയറി വന്ന് ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയതുമെല്ലാം നമ്മൾ കേട്ട, ഒരുപക്ഷെ പഠിച്ച കാര്യങ്ങളാണ്. നബി അവരോട് പറഞ്ഞത്, ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് അന്നുജൂമു അമനത്തുല്ലിസമാ ഫഇദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാ അമ്രുഹ. നോക്കൂ, മേൽക്കൂരയില്ലാത്ത മദീന പള്ളിയിൽ നിന്ന് നേരിട്ട് ആകാശത്തിലേക്ക് കാണിച്ച്, നക്ഷത്രത്തെ കാണിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ റസൂൽ അവരെ പഠിപ്പിച്ചു. ആ കാണുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ആകാശത്തിൻ്റെ കാവൽക്കാരാണ്. നക്ഷത്രങ്ങൾ ഇല്ലാതെയാകുമ്പോൾ ആകാശവും ഇല്ലാതെയാകും. അതുപോലെ ഞാൻ നിങ്ങളുടെ കാവൽക്കാരനാണ്. വഅന അമനത്തുല്ലി അസ്ഹാബി. ഞാൻ നിങ്ങളുടെ, എൻ്റെ സഹാബികളായ നിങ്ങളുടെ കാവൽക്കാരനാണ്. ഞാനില്ലാതെയായാൽ ഫഇദാ ദഹബത്തു അന അതാ അസ്ഹാബി മാ യുഅദൂൻ. ഞാൻ പോയാൽ എൻ്റെ സഹാബിമാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദുരന്തം വന്നെത്തും. വ അസ്ഹാബി അമനത്തുല്ലി ഉമ്മത്തി. എൻ്റെ സഹാബികൾ ഈ സമുദായത്തിൻ്റെ കാവൽക്കാരാണ്. ഫഇദാ ദഹബത്ത് അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ. സഹാബിമാരുടെ കാലം കഴിഞ്ഞാൽ അവർക്ക്
വാഗ്ദാനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ താക്കീത് നൽകപ്പെട്ട കാര്യം വന്നെത്തും എന്നിങ്ങനെയുള്ള വചനങ്ങളിൽ കൂടി കാലം കഴിയും തോറും സമൂഹത്തിൽ ഇരുട്ട് കൂടി വരും എന്ന സന്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരെ യാഥാർത്ഥ്യം ഓരോ ദിവസം കഴിയും തോറും വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ആ ഒരു പശ്ചാത്തലം മുന്നിൽ വെച്ചുകൊണ്ട് വേണം നാട് നന്നാവുകയില്ല, അല്ല നാശത്തിലേക്ക് ആപ്പതിക്കുകയാണ് എന്ന ധാരണ വെച്ചുകൊണ്ട് വേണം നാം സമൂഹത്തിൽ ദഅ്വാ പ്രവർത്തനങ്ങളുമായി ഇറങ്ങാൻ. ഓരോ ദിവസം കഴിയും തോറും ദഅ്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി മനുഷ്യർ ജീവിക്കണമെന്ന സത്യസന്ദേശത്തിൻ്റെ മാനം, അതിൻ്റെ സൗകര്യങ്ങൾ, അതിൻ്റെ മണ്ഡലങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റമുണ്ടായത്. ഒരു സംഘടിതമായി ഇസ്ലാഹി പ്രസ്ഥാനം എല്ലാ കാലഘട്ടത്തിലും നവോത്ഥാന മുന്നേറ്റങ്ങൾ മുസ്ലിം സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും എന്നും സത്യം മുറുകെ പിടിച്ച് അതിജയിക്കുന്ന ഒരു സമൂഹം എൻ്റെ ഉമ്മത്തിലുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും അത് എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ നാട്ടിലും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുന്നേറ്റം, സംഘടിതമായ ഒരു മുന്നേറ്റം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഉണ്ടായത്. ആ മുന്നേറ്റം ആ നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് ഒരു വലിയ മാറ്റത്തിന് സാക്ഷികളായി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരിലുള്ള നവോത്ഥാനത്തിൻ്റെ ആഹ്വാനങ്ങളും പ്രവർത്തനങ്ങളും ഏറെ ഫലം ചെയ്തു. പിന്നാക്കാവസ്ഥയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന് ഉയരണം, വളരണം എന്ന പൊതുചിന്ത ഉണ്ടാക്കിയെടുക്കാൻ അതുമൂലം സാധിച്ചു. വിശ്വാസവും കർമ്മവും മനസ്സിലാക്കിയ മനുഷ്യർ ഞങ്ങൾ പതിതരായി ജീവിച്ചുകൂടാ എന്ന ആ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് സമൂഹത്തിൽ സർവതോന്മുഖമായ ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തുമെല്ലാം നല്ലൊരു മാറ്റമുണ്ടായി. ആ മാറ്റം ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഉയർച്ചയും താഴ്ചയുമുള്ള പോലെ തന്നെ വൃദ്ധിക്ഷയങ്ങളാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലം മുതൽ ഇന്നേ വരെയുള്ള ഇത് പരിശോധിച്ച് നോക്കിയാൽ പറ്റ പിന്നോട്ട് പോയി, പിന്നെ ഉയർന്നു വന്നു, വീണ്ടും താഴോട്ട് പോയി, വീണ്ടും ഉയർന്നു വന്നു എന്നിങ്ങനെ ഏറ്റക്കുറവിൻ്റെ വൃദ്ധിക്ഷയത്തിൻ്റെ അനുഭവങ്ങൾ കാണാം. പുതിയ നൂറ്റാണ്ടിലേക്ക് കടന്നപ്പോൾ അപകടകരമായി നവോത്ഥാനത്തിൻ്റെ കടക്ക് കത്തിവെക്കുന്ന തരത്തിലുള്ള ചിന്തകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വർഗീയമായ ധ്രുവീകരണങ്ങൾ, വംശീയത, ഉള്ളിൽ തന്നെ ആത്മീയതയിൽ തന്നെ വെള്ളം ചേർക്കപ്പെട്ട ആത്മീയത, ഒരുതരം ക്രൂരമായ ആത്മീയതയിലേക്കൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലം കഴിയും തോറും നാശത്തിലേക്കാണ് സമൂഹം കൂപ്പുകുത്തുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരവസ്ഥ വരുന്നുണ്ട്. ഹദീസ് നിഷേധ പ്രവണതകൾ ഇസ്ലാമിൻ്റെ അച്ചടക്കത്തിൽ നിന്ന് മാറി അതിഭൗതികതയിൽ കൂടി ഇസ്ലാമിനെ അവതരിപ്പിക്കുവാനുള്ള പ്രവണതകൾ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താനുള്ള പ്രവണതകൾ എന്നിങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും മുസ്ലിം മത ചിന്തയുണ്ട് എന്ന് പറയുന്നവർ പോലും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വളയം വിട്ട് ചാടിയാലും മുസ്ലിം ഒരു ഉമ്മത്തി ചിന്താഗതി, മുസ്ലിങ്ങൾ എന്ന ചിന്താഗതി മതി എന്ന നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും പ്രമാണങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ
സമൂഹത്തിൻ്റെ മുമ്പിൽ സമൂഹത്തിനോട് സംവദിച്ചാൽ നമ്മൾ പിന്നിലായി പോവുകയില്ല, മതേതരത്വത്തിന് വിരുദ്ധരായി പോവുകയില്ല, നമ്മൾ പഴഞ്ചന്മാരായി പോവുകയില്ല. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും സത്യം തനതായ രൂപത്തിൽ തുറന്നു പറഞ്ഞാൽ അഭിമാനമല്ലാതെ അപമാനമോ പതിത്വമോ ഉണ്ടാവുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് യഥാർത്ഥമായ പ്രമാണങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു യുവതലമുറയെ ഈ നമ്മിൽ കൂടി നിങ്ങളിൽ കൂടി ഈ കൂട്ടായ്മ കാണുന്നത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾക്ക് വളർത്തിയെടുക്കാനുള്ള സമൂഹം നിങ്ങളെക്കാളും ഇളയവരാണ്. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും യുവജനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനും നിങ്ങൾക്ക് വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് ഉത്ബോധിപ്പിക്കുവാനുമുള്ളവർ നിങ്ങളെക്കാളും ചെറിയവരാണ്, വളർന്നു വരുന്ന തലമുറ. ആ ചെറിയവരെ വളർത്തിയെടുക്കുമ്പോൾ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഘോരഘോര പ്രഭാഷണങ്ങളും അതിശക്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരുപക്ഷെ ഇനിയുള്ള തലമുറക്ക് തിരിച്ചറിവുണ്ടാവണം എന്നില്ല. അതിന് മാത്രം കാതടപ്പിക്കുന്ന ഘോരപ്രഭാഷണങ്ങളുടെയും ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളുടെയും ചെറുപ്പക്കാരെ കയ്യിലെടുക്കുന്ന പലതരത്തിലുള്ള സംവിധാനങ്ങളും തന്ത്രങ്ങളും സ്ട്രാറ്റജികളും എല്ലാ സംഘടനകളും മതവിരുദ്ധ ഭൗതിക നിരീശ്വര പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനേക്കാൾ അധികം നമുക്ക് വേണ്ടത്, അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മാതൃകാ തലമുറ നമ്മളാൽ ഉണ്ടാകുക എന്നതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആശയത്തിലേക്കാണ് നമ്മൾ മനുഷ്യരെ വിളിക്കുന്നത്. ഇതൊരു ജാതീയതയല്ല. ഈ കാറ്റിൻ്റെയും ഈ വെളിച്ചത്തിൻ്റെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വായുവിൻ്റെയും മാനത്തിൻ്റെയും ഭൂമിയുടെയും കടലിൻ്റെയും രക്ഷിതാവായ മനുഷ്യ സമൂഹത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മാനവികമായ ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. പക്ഷേ ആ സന്ദേശം ഒരു ജാതീയതയുടെയോ വർഗീയതയുടെയോ ഒരു പ്രത്യേക വംശത്തിൻ്റെതോ ആണ് എന്ന് തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വിളിക്കുക എന്ന് പറയുമ്പോൾ മുസ്ലിം ജാതീയതയിലേക്കല്ല, പ്രപഞ്ചത്തിൻ്റെ പരമസത്യത്തിലേക്കാണ് നമ്മൾ ജനങ്ങളെ വിളിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ മാനവികതയുടെ അത്യുന്നതമായ സംസ്കാരത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. ആ വിളിക്കുന്നതോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ നാം മാതൃകകളായി ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഊക്കിനേക്കാൾ അധികം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു മനുഷ്യരെ ആകർഷിച്ചത്. പ്രവാചകന്റെ സഹാബിമാരുടെ ജീവിതത്തെ നിശബ്ദമായി അകലെ നിന്ന് നോക്കിക്കണ്ടവരാണ് ആ മതം ഇസ്ലാം സത്യമാണ് എന്ന് മനസ്സിലാക്കിയത്. മദീന പള്ളിയിൽ ഒരു മണിക്കൂറെങ്കിലും കഴിയാൻ മറ്റ് മതവിശ്വാസികൾക്ക് കഴിയുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ അവരെ നിർബന്ധിക്കാതെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അവർ സ്വയം ചൊല്ലിയത് പ്രവാചകന്റെ ജീവിതമായിരുന്നു. സഹാബിമാരുടെ അവരുടെ ജീവിത ശൈലികളായിരുന്നു. പ്രവാചകനും സഹാബിമാരും മനുഷ്യർക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകളുടെ വെളിച്ചത്തിൽ നിന്നാണ് അവർ ഇസ്ലാം മനസ്സിലാക്കിയത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു മുദ്രാവാക്യമല്ല, അതൊരു ജീവിതമാണ്. ഇസ്ലാം കാര്യം 5, ഈമാൻ കാര്യം 6 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 ഈമാൻ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ട യാഥാർത്ഥ്യങ്ങളും വസ്തുതകളുമാണെങ്കിൽ 5 ഇസ്ലാം കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. 1 ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പിന്നെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്,
ആ സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുകയല്ല. നോമ്പ് നോൽക്കണം, നോമ്പ് ഫറളാണെന്ന് വിശ്വസിക്കുകയല്ല. ഹജ്ജും അങ്ങനെ തന്നെയാണ്. ഇതുപോലെ നമസ്കാരവും അങ്ങനെ തന്നെയാണ്, അത് നിർവഹിക്കണം എന്നതുപോലെ ഷഹാദത്ത് കലിമ നമ്മൾ നിർവഹിക്കണം. അതാണ് അഷ്ഹദു. ഞാൻ എൻ്റെ ജീവിതം സാക്ഷിയാണ്. എൻ്റെ കുടുംബജീവിതം, എൻ്റെ വിദ്യാർത്ഥി ജീവിതം, എൻ്റെ യുവകാലഘട്ടം, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ രഹസ്യമായി എന്നെ അന്വേഷിച്ചാൽ എൻ്റെ പരസ്യ ജീവിതം, എൻ്റെ സാമൂഹ്യ ജീവിതം, എൻ്റെ വീട്ടിൽ ഒരു പിതാവ് എന്ന നിലക്ക്, ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു ഭാര്യ എന്ന നിലക്ക്, ഒരു അധ്യാപകൻ എന്ന നിലക്ക്, ഒരു കൂലിപ്പണിക്കാരൻ എന്ന നിലക്ക് എന്തായിരുന്നാലും എൻ്റെ ജീവിതം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് സാക്ഷിയാണ്. അഷ്ഹദു, മനുഷ്യരെ നിങ്ങൾ എന്നെ നോക്കുക, ഞാനാണ് അതിൻ്റെ സാക്ഷി, എൻ്റെ ചലനങ്ങളും പ്രവർത്തനങ്ങളുമാണ് അതിൻ്റെ സാക്ഷി. ഇതാണ് ജീവിത സാക്ഷ്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു ജോലിയാണ്, അതൊരു പ്രവർത്തനമാണ്. നമസ്കാരം 5 നേരമാണെങ്കിൽ, നോമ്പ് കൊല്ലത്തിൽ 1 മാസമാണെങ്കിൽ, ഹജ്ജ് വർഷത്തിൽ 6 ദിവസമാണെങ്കിൽ, അതുപോലെ സക്കാത്ത് അതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലം വരുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ കൊല്ലം തികയുന്ന കാലമാണെങ്കിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ കർമ്മം, ആശയപരമായ ആശയത്തെ ഉൾക്കൊള്ളുന്ന ആ ജീവിത ഷഹാദത്ത്, അത് ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നിലനിർത്തേണ്ട പ്രവർത്തനങ്ങളാണ്. എപ്പോഴെങ്കിലും ബെല്ലടിക്കുമ്പോൾ, ബാങ്ക് വിളിക്കുമ്പോൾ, കൊല്ലം തികയുമ്പോഴല്ല, ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ മക്കൾക്ക് തോന്നണം, എൻ്റെ ഉപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സാക്ഷിയായി എൻ്റെ വീട്ടിൽ ജീവിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് തോന്നണം, ഭർത്താവിന് തോന്നണം, നമ്മുടെ സമൂഹത്തിന് തോന്നണം, അയൽപ്പക്കക്കാർക്ക് തോന്നണം. അതാണ് യഥാർത്ഥത്തിൽ നാം ഷഹാദത്തിൻ്റെ സാക്ഷികളാകുക എന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, 23 കൊല്ലക്കാലത്തെ ജീവിതത്തിൻ്റെ പ്രവാചക പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കഅബാലയത്തിൻ്റെ വിജയം, കഅബാലയം ഇസ്ലാമിന് കീഴടങ്ങുകയും മുസ്ലിം സമൂഹത്തിന് ഒരു അധീനമുണ്ടാവുകയും ചെയ്ത ഒരവസരമാണ് ഈ ആയത്തിറങ്ങുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, കഅബ നിങ്ങൾക്ക് ഞാൻ കീഴടക്കി തന്നു എന്ന ഒരു സന്ദേശമാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ കഅബയും കൂടി കീഴടങ്ങി ഫത്ഹു മക്കയുണ്ടായി. മദീനത്തും മക്കയിലും ലോകത്തൊക്കെ തന്നെയും ഇസ്ലാമിന് ഒരു കുടിയിരിക്കാൻ, ഇരിക്കാനുള്ള നിൽക്കക്കള്ളിയും ഇരിക്കപ്പുറുതിയുമുള്ള ഒരു സന്ദർഭമുണ്ടായപ്പോൾ ആ സൊസൈറ്റിയുടെ, ആ സമൂഹത്തിൻ്റെ ഐഡന്റിറ്റിയായി അള്ളാഹു പറഞ്ഞത് മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നിപ്പോൾ മനസ്സിലായല്ലോ. ഇല്ലായ്മയിൽ നിന്ന്, അനാഥത്വത്തിൽ നിന്ന് വളർന്നു വന്ന് അവസാനം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ആർക്കും ബോധ്യപ്പെടാവുന്ന വിധത്തിൽ ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. അത് അല്ലാഹു തആല പറഞ്ഞു, റസൂൽ എന്നെയാണ്, ഉറപ്പായിപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് റസൂലാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി അള്ളാഹു തെളിയിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ടോ വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനൻ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار. മുഹമ്മദ് നബിയുടെ കൂടെയുള്ള ഇദ്ദേഹം റസൂലാണ് എന്ന് ബോധ്യപ്പെട്ടു. ഇനി ആരും അതിൽ സംശയിക്കേണ്ടതില്ല. ഇനി വല്ലദീന മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ആരായിരിക്കണം? നമ്മളാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ. ഇന്ന് മുഹമ്മദ് നബിയുടെ കൂടെയുള്ളവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയ നമ്മളാണ്. അപ്പം ഓരോ കാലഘട്ടത്തിലും ആരാണോ ഈ സത്യത്തിൻ്റെ സാക്ഷികൾ, ഈ ഷഹാദത്തിനെ അംഗീകരിച്ചവർ, അവരാണ്. അവരെ പറ്റിയാണ് അള്ളാഹു പറയുന്നത് അസിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. കുഫാറുകളുമായിട്ടുള്ള ശക്തമായ നിലപാട് പുലർത്തുന്നവരാണവർ. ഒരു ബഹുസ്വര സമൂഹത്തിൽ എല്ലാ സമൂഹങ്ങളുമായി സ്നേഹബന്ധം പുലർത്തുകയും സൗഹാർദ്ദം പുലർത്തുകയും മാനവികത നിലനിർത്തുകയും ചെയ്യാൻ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റാരെക്കാളും അധികം, മറ്റ് ഏത് പ്രത്യയശാസ്ത്രങ്ങളെക്കാളും അധികം തൻ്റെ വിശ്വാസത്തിൽപ്പെടാത്ത മറ്റു സമൂഹത്തിനെ ആദരിക്കാനും ബഹുമാനിക്കാനും അവൻ്റെ അവകാശങ്ങൾ വെച്ചു കൊടുക്കാനുമുള്ള
എല്ലാ നിർബന്ധമായ കൽപ്പനകളും നൽകിയിട്ടുണ്ട്. പക്ഷേ ആശയപരമായി കുഫറുമായിട്ട് രാജിയില്ലാത്ത യഥാർത്ഥ വിശ്വാസവുമായി അള്ളാഹുവുമായി ഉള്ള വിശ്വാസവും പ്രവാചകൻ പഠിപ്പിച്ച പരമസത്യത്തിൻ്റെയും അപ്പുറത്ത് തിന്മയുമായി അതിക്രമവുമായി, അത് ഏറ്റവും വലിയ അതിക്രമം ശിർക്കായിരുന്നാലും ഏറ്റവും താഴെയുള്ള സ്വഭാവപരമായ തിന്മകളായിരുന്നാലും ഈ തിന്മകളോട് അതിശക്തമായ നിലപാട് പുലർത്തുന്നവരായിരിക്കണം വിശ്വാസികൾ എന്നാ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ക്രൂരന്മാരാവണമെന്നോ മറ്റുള്ളവരോട് വിദ്വേഷം പുലർത്തണമെന്നോ വർഗീയമായ ചിന്തയുള്ളവരായിരിക്കണമെന്നോ സ്വാർത്ഥികളായിരിക്കണമെന്നോ ഒന്നുമല്ല. അതൊന്നും ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച് മാതൃക കാണിച്ചു തന്നിട്ടില്ല. നേരെ മറിച്ച് ഉന്നതമായ മാനവികതയെ നിലനിർത്തിയതാണ് ഇസ്ലാമിൻ്റെ പാരമ്പര്യം. പിന്നെ എന്താണ് ആശയപരമായ രംഗത്ത്, വിശ്വാസപരമായ രംഗത്ത് ദീൻ നമ്മളെ പഠിപ്പിച്ച വിശ്വാസ കർമ്മ അനുഷ്ഠാന സ്വഭാവ ഇടപാടുകളുടെ കാര്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലപാടെടുക്കണമെന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ള വിശ്വാസികളുടെ ഐഡൻറ്റിറ്റിയായി അള്ളാഹു പഠിപ്പിച്ചത്. അത് സഹാബിമാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണാം. അവർ വിശ്വാസികളായിരുന്നു. ഏത് സന്ദർഭങ്ങളിലും ആ വിശ്വാസത്തിൻ്റെ മഹത്വം അവർ തലയുയർത്തി പിടിച്ചുകൊണ്ട് തന്നെ അവർ കാണിച്ചിട്ടുണ്ട്. ആർക്കും അവർ വകവെച്ചു കൊടുത്തിട്ടില്ല. ആർക്കും അവർ വിശ്വാസത്തിൽ നിന്ന് രാജിയാക്കി അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറി കാണിച്ചു കൊടുത്തിട്ടില്ല. ആദർശപരമായ പ്രതിബദ്ധത ശക്തമായി തന്നെ അവർ മുറുകെ പിടിച്ചു. അറബികൾ സ്വാഭാവികമായും കച്ചവടക്കാരായിരുന്നു. കച്ചവടത്തിൽ കുഫറുമായി ബന്ധപ്പെട്ട തിന്മയുമായി ബന്ധപ്പെട്ട വ്യാജമായ തെറ്റായ കച്ചവടങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, മുഴുവൻ നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ വിശ്വസിക്കുന്ന ദീനിന് വിരുദ്ധമായ ഒരു കച്ചവടം ഞാൻ നടത്തുകയില്ല എന്ന് യമനിലെയും ഷാമിലെയും മാർക്കറ്റുകളിൽ അവർ തെളിയിച്ചു. ഏറ്റവും സത്യസന്ധരായ ഏറ്റവും നല്ല കച്ചവടക്കാരായി അവർ മാറി. നല്ല യുദ്ധതന്ത്രജ്ഞരായിരുന്നു അവർ. സ്വാഭാവികമായും ആ കാലഘട്ടം യുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു. ഏറ്റവും നല്ല യുദ്ധപോരാളികളായി അവർ കളിച്ചു. മറ്റുള്ളവരെ കൊന്നെടുക്കുക മാത്രമല്ല, ശത്രുക്കളോടുള്ള നിലപാടിൽ വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ശത്രുവിനോട് സമൂഹത്തിനോട് വിരോധമുണ്ടെന്ന് കരുതി തച്ചു തകർക്കരുത്, നീതി കാണിക്കണം അവരോട്. നീതിയാണ് നിങ്ങളുടെ വിശ്വാസത്തിനും ഭക്തിക്കും ഏറ്റവും അടുത്ത മാർഗം. അങ്ങനെ നീതിയുടെ അടിസ്ഥാനത്തിൽ യുദ്ധരംഗത്ത് പോലും നീതി നിലനിർത്താനും സത്യം നിലനിർത്താനും അവരെ അള്ളാഹു പഠിപ്പിച്ചു. എല്ലാ ജീവിതത്തിൻ്റെ രംഗങ്ങളിലും നല്ല കർഷകരായിരുന്നു. അന്നറിയപ്പെട്ട ഏറ്റവും നല്ല കർഷകർ, ഏറ്റവും നല്ല വ്യാപാരികൾ, ഏറ്റവും നല്ല സഞ്ചാരികൾ, ഏറ്റവും നല്ല അറിവ് നേടുന്ന കുതുകികൾ, അവിജ്ഞാന കുതുകികൾ, വിജ്ഞാനത്തിനു വേണ്ടി നാടുനീളെ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ മറ്റാരെക്കാളും മുമ്പ് വിജ്ഞാന ശേഖരങ്ങൾ തേടിപ്പിടിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് അതിനെ മനുഷ്യ സമൂഹത്തിന് കൈമാറിയ അനുഭവമാണ് ആ ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അവിടെയൊന്നും തിന്മ ബാധിക്കാതെ ലോകത്തിൻ്റെ എല്ലാ ലോകത്തുള്ള മുഴുവൻ നന്മകളും ആവാഹിച്ചെടുക്കുകയും തിന്മയോട് ഒരു കാരണവശാലും രാജിയാവാതിരിക്കുകയും ചെയ്തു എന്നതാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ഷഹാദത്തിന് ഒന്നാമതായി അള്ളാഹു പഠിപ്പിക്കുന്ന നമ്മുടെ പ്രത്യേകത, ഐഡൻറ്റിറ്റി. നമ്മളത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിദ്യാർത്ഥികളായിരിക്കാം ചിലർ, അധ്യാപകരായിരിക്കാം ചിലർ, തൊഴിലാളികളായിരിക്കാം, കച്ചവടക്കാരായിരിക്കാം, കുടുംബത്തിലെ ഭർത്താവോ ജ്യേഷ്ഠനോ അല്ലെങ്കിൽ ഭാര്യയോ നമ്മുടെ സഹോദരിമാർ, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഏത് റോളിലാണോ നമ്മൾ ജീവിക്കുന്നത് ആ റോളിൽ ഒരു പൂർണ്ണമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്ക്ക് സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളാണൊരു അധ്യാപകനെങ്കിൽ ആ സ്കൂളിലെ ഏറ്റവും നന്നായി ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന, ആത്മാർത്ഥമായി കുട്ടികൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന, ആ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്ന, ആ സ്ഥാപനത്തിൻ്റെ അനിവാര്യ ഘടകമായ ഒരധ്യാപകനായിരിക്കണം നമ്മൾ. ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ ആ നാട്ടിൽ ഏറ്റവും സത്യസന്ധമായി കൂലിപ്പണിയെടുക്കുന്ന, എടുത്ത പണിക്ക് കൂലി വാങ്ങുന്ന ആളായിരിക്കണം നമ്മൾ. ഒരു മതപണ്ഡിതനാണെങ്കിൽ സത്യസന്ധമായി തൻ്റെ അറിവിനെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ആളായിരിക്കണം നമ്മൾ. എല്ലാ അർത്ഥത്തിലും കൂടുതൽ വിവരിക്കേണ്ടതില്ലല്ലോ. ഇതാണ് സത്യസാക്ഷ്യം എന്ന് പറയുന്നത്. ഷഹാദത്ത് കലിമ എന്നത് ഒരു മുദ്രാവാക്യമല്ല, അതൊരു ബാനറിൽ കെട്ടിത്തൂക്കുന്നതല്ല. റുഹമാഉ ബൈനഹും, എന്നാൽ
എത്രയധികം സത്യത്തെ മുറുകെ പിടിക്കുന്ന സിദ്ധത്തോടുകൂടി മുറുകെ പിടിക്കുന്നതോടൊപ്പം സ്നേഹമായിരിക്കണം നമ്മുടെ മുഖമുദ്ര. എല്ലാ മനുഷ്യരോടും സ്നേഹം, അവർ പരസ്പരം സ്നേഹം, മനുഷ്യരോടെല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ഗുണകാംക്ഷ. എല്ലാവരും അവൻ തെറ്റിപ്പോയി, അവൻ മറ്റേ പാർട്ടിയിൽ, ഇവൻ ഇന്ന ഗ്രൂപ്പിൽ, അവൻ മറ്റേ മരത്തിൽ, മറ്റൊരു നമ്മുടെ ശത്രുക്കൾ. അങ്ങനെയല്ല, എല്ലാവരും നന്നായി തീരണമെന്ന ആ ഗുണകാംക്ഷയുള്ള സ്നേഹസംമസൃതരായ ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കണം. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സത്യസാക്ഷ്യത്തിൻ്റെ മാതൃകകളായി അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. റഹ്മാ ഉബൈനഹും, നല്ലൊരു മനസ്സ്, തെളിഞ്ഞ മനസ്സ്. ശരിയാണ് എങ്കിൽ അത് സ്വീകരിക്കും, തെറ്റാണോ ആര് പറഞ്ഞാലും നിരാകരിക്കും എന്നുള്ള ഒരു മനസ്സ്, എല്ലാ മനുഷ്യനും നന്മ വരണം എന്ന ഒരു മനസ്സ്, ജീവജാലങ്ങളോട് പോലും നല്ല കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ചവനാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ. ആ നിലക്കുള്ള റഹ്മത്തിൽ ജീവിക്കുകയും റഹ്മത്ത് വിതരണം ചെയ്യുകയും കാരുണ്യത്തിൻ്റെ കണ്ണോടുകൂടി ലോകത്തേക്ക് നോക്കുകയും ചെയ്യുന്ന ആ ഒരു മനുഷ്യനാണ് ഷഹാദത്ത് അശ്ഹദു, ഞാനാണ് അതിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നവൻ. രണ്ട് ഷഹാദത്തിൻ്റെയും സാക്ഷികൾ നമ്മളാണ്. തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിങ്കൽ നിന്നുള്ള വിട്ടുവീഴ്ചയും മാപ്പും ആഗ്രഹിച്ചുകൊണ്ട് റുക്കോവും സുജൂദും ചെയ്ത് ജീവിക്കുന്നവരായിരിക്കണം. വെറും പ്രവർത്തകന്മാർ മാത്രമല്ല, എല്ലാ സമയത്തും പ്രാർത്ഥനകളിലും സുജൂദുകളിലും റുക്കൂകളിലും കൃത്യമായ നിഷ്ഠ പുലർത്തുകയും അഖീമുസ്സലാത്ത വ ആത്തുസ്സക്കാ എന്ന ആ ഇഖാമത്ത് ഇതിലൊക്കെ നിലനിർത്തുകയും കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപക്ഷെ പലപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാകും. തഖറാഹും റുക്കാൻ സുജദൻ എന്നിൽ കൂടി അള്ളാഹുവിനോടുള്ള വിനയം, ആരാധനാകർമ്മങ്ങൾ, എല്ലാ സമയത്തുമുള്ള പ്രാർത്ഥനകൾ, അതുക്കാറുകൾ എന്നിങ്ങനെയുള്ള കാര്യത്തിൽ എനിക്കൊരുപാട് ജോലിയുണ്ട്, തിരക്കാണ്, ഞാൻ സംഘടനയുടെ ജില്ലാ നേതാവാണ്, സംസ്ഥാന നേതാവാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇന്ന് ജമാഅത്തിന് പോകാൻ സമയമായിട്ടില്ല, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല, സുന്നത്ത് നമസ്കരിക്കാൻ നേരമില്ല, രാത്രി കിടന്നുറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല, പാർട്ടി പരിപാടിയായിരുന്നു, മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഇന്ന് ഉറക്കം കൊണ്ട് സാധിച്ചില്ല. ഇതായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം. ഒറ്റയാനായിക്കൊണ്ട് സമൂഹത്തിനെ നയിച്ചിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആരാധനാകർമ്മത്തിലെ കർമ്മങ്ങളുടെ ആ ഒരു കാര്യം മാത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ്, അള്ളാഹിൻ്റെ ഫദ്ൽ ആഗ്രഹിച്ചുകൊണ്ട് കാല് നീര് കെട്ടി വെറുക്കുവോളം നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത്. ആ പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നത്. തറാഹും റുക്കാൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിൻ്റെ ഒരു സുജൂദിൻ്റെ സാഷ്ടാംഗത്തിൻ്റെ വിനയത്തിൻ്റെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നും കുനിക്കുന്ന ആ വിനയഭാവം അവൻ്റെ മുഖത്തുണ്ടായിരിക്കണം. അഹങ്കാരികളാവരുത് നമ്മൾ ശക്തരാണ്, നമ്മൾ വിവരമുള്ളവരാണ്, ഞാൻ നല്ല പ്രവർത്തകനാണ് എന്നങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ ഒരംശം പോലും മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ഞാൻ എന്ന ഒരു മനോഭാവത്തിൻ്റെ ഒരു കടുകുമണിത്തൂക്കമെങ്കിലും ഉണ്ടെങ്കിൽ അവന് സ്വർഗപ്രവേശമില്ല, അവൻ എത്ര വലിയവനായാലും എന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. അപ്പം ആ അസറു സുജൂദ്, സുജൂദിൻ്റെ മുഖം, സുജൂദിൻ്റെ ലക്ഷണം നമ്മുടെ മുഖത്ത് ആർക്കും ദർശിക്കുമാറാകുന്ന ഒരു പൂർണ്ണനായ ഒരു നല്ല ഒരു പ്രവാചകൻ പഠിപ്പിച്ച ഒരു മനുഷ്യൻ, അതാണ് ഷഹാദത്തിൻ്റെ സാക്ഷാത്കാരം. അങ്ങനെയാണ് ഷഹാദത്ത് നമ്മളെ പഠിപ്പിച്ചത്, ഷഹാദത്ത് കലിമ നമ്മളെ പഠിപ്പിച്ചത്. ദാലിക മസലുഹും ഫി തൗറാത്ത് വമസലുഹും ഫിൽ ഇൻജീലി കസർഇൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗലല്ല ഫസ്തവ അലാ സൂഖിഹി യുജിബു സുറാഅ ലിയഗീള ബിഹിമുൽ കുഫാർ. ഇൻജീലിൽ അവരെ പറ്റി, മുഹമ്മദ് നബിയെയും സമൂഹത്തെയും പറ്റി ഇൻജീലിൽ പറഞ്ഞ ഉദാഹരണവും കൂടി ഇതിൻ്റെ തുടരെ അള്ളാഹു പറയുന്നുണ്ട്. എന്താണത്? ഒരു കൃഷി, അതിങ്ങനെ വളർന്നു, തണ്ടിന്മേൽ എഴുന്നേറ്റ് നിന്നു, എന്നിട്ട് കായും പുഷ്പവും ഉണ്ടായി, പച്ചപ്പുണ്ടായി. അങ്ങേ പറമ്പിലെ കർഷകൻ നോക്കുമ്പോൾ എന്താ കണ്ടില്ലേ,
ആ കൃഷിയുടെ പച്ചപ്പ്, അതിൻ്റെ എടുത്തുനിൽപ്പ്, അതിൻ്റെ ഭംഗി കണ്ടോ? എത്ര നല്ല വളമിട്ട് കൊടുത്ത് എത്ര ഗംഭീരമായിട്ടാണ് അത് വളർന്ന് വലുതായി കായ്ച്ച് പുഷ്പിച്ച് നിൽക്കുന്നത് എന്ന് ഏത് കർഷകന്മാർക്കും അസൂയ തോന്നുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ സമുന്നതി നമുക്കുണ്ടായിരിക്കണമെന്നാണ്, വിശ്വാസികൾക്കുണ്ടായിരിക്കണമെന്നാണ് അല്ലാഹു തആല നമ്മളെ വിശേഷിപ്പിച്ചതൊരു ഉപമയിൽ കൂടി. എന്ന് പറഞ്ഞാൽ നാം ശക്തരായി നിലനിൽക്കണം. വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ച കുട്ടികൾ, ദീനുള്ള കുട്ടികൾ, സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കുട്ടികൾ, ആത്മാർപ്പണം ചെയ്യുന്ന കുട്ടികൾ, എന്നാൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല പൗരന്മാർ, രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ രാജ്യത്തിന് വേണ്ടി സേവനത്തിനിറങ്ങുന്നവർ, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അള്ളാഹുവിനെ മറക്കാത്തവർ, നാട്ടിനെ മറക്കാത്തവർ, മണ്ണിനെ മറക്കാത്തവർ, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർ, എന്തൊരു നല്ല തലമുറയെയാണ് ഈ സമൂഹം വളർത്തിയെടുത്തത് എന്ന് ഏതൊരാൾക്കും തോന്നുന്ന തരത്തിൽ വളർന്നു വരണം. അപ്പോഴാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സത്യത്തിൻ്റെ സാക്ഷികളാവുകയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാം പഠിച്ചവരും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്ക ജാഹിലിയത്തിൽ നിന്ന് ഒരു ക്രീം സമൂഹത്തെ എങ്ങനെ മാതൃകകളായി ഉണ്ടാക്കിയെടുത്തുവോ ആ ക്രീമിനെ പോലെ ഇന്നിവിടെയുള്ള ഈ കലുഷിതമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിന്ന് ആഭ്യന്തരമായും ഭിന്നതകളും തർക്കങ്ങളും കലഹങ്ങളും പരസ്പരമായ പാരകളും കൊണ്ട് വിഷമം നേരിടുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം, ഉമ്മത്തു മുസ്ലിമ. പുറമെ നിന്നാണെങ്കിലും ഇസ്ലാം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നല്ല മാതൃകയുള്ള, ആർക്കും കൊള്ളാവുന്നവനാണ്, വേണ്ടവനാണ്, അവൻ ഈ നാട്ടിനാവശ്യമാണ്, അവൻ ഈ കലാലയത്തിനാവശ്യമാണ്, അവൻ ഈ ഓഫീസിൽ ആവശ്യമാണ്, അവർ ഈ നാട്ടിൻ്റെ യഥാർത്ഥമായ നാട്ടിൻ്റെ സേവകരാണ് എന്ന് മനുഷ്യർക്ക് തോന്നുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ വളരുമ്പോഴാണ് ഈ മുദ്രാവാക്യങ്ങൾക്കും ഈ ആശയങ്ങൾക്കും ഈ ശഹാദത്ത് കലിമകൾക്കും ഈ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് ഉയരുകയും വളരുകയും ചെയ്യാൻ മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ദഅവത്തിനോടൊപ്പം അമലുസ്സാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് വമൻ അഹ്സനു ഖൗലൻ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു, സൂറത്ത് ഫുസിലത്തിൻ്റെ ഒരു വചനം. എന്നിട്ട് അവരുടെ ഒരു ക്വാളിറ്റിയായി അള്ളാഹു പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുക. രണ്ട് മുഖമാണ് നമുക്കുള്ളത്. ഒന്ന്, അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുക. ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെതായ ഒരു പരമസത്യമുണ്ട്, ആ പരമസത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. പിന്നെ വഅമില സാലിഹൻ, അമലുസ്സാലിഹാത്ത് ചെയ്യുക. അമലുസ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല, എന്തു പണി ചെയ്യുകയാണെങ്കിലും എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൽ ക്വാളിറ്റിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാൽ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ പാർട്ടിക്ക് വേണ്ടിയുള്ളവനല്ല, ഞാൻ ഭൂരിപക്ഷത്തിന് വേണ്ടിയുള്ളവനല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളവനല്ല, ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന ഒരു നിലപാട്. രണ്ട് മുഖം, ഒന്ന് മനുഷ്യനെ നന്മയിലേക്ക് വിളിക്കുക എന്ന മുഖം, മറ്റൊന്ന് ചെയ്യുന്നതെല്ലാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന രണ്ടാമത്തെ മുഖം, മൂന്നാമത്തേത് ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന ഒരു നിലപാട്. ഞാൻ ഇസ്ലാമിലാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്, ആർക്കാനും വേണ്ടി മാറാൻ, സമൂഹത്തിന് വേണ്ടി മാറാൻ, നാട്ടിന് വേണ്ടി മാറാൻ, ആളുകൾക്ക് വേണ്ടി മാറാൻ തയ്യാറല്ല എന്ന ഈ ഒരു നിലപാട്. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ശഹാദത്ത് കലിമ എന്തായിരിക്കണം, ഈ ശഹാദത്ത് കലിമയുടെ പൊരുൾ എന്നതിലേക്കാണ്. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദത്തിൻ്റെ പ്രവർത്തകരായി, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായി നമ്മൾ ജീവിക്കുകയും വളരുകയും ചെയ്യുക. എങ്കിൽ തീർച്ചയായും നല്ല മനുഷ്യരെ കാണാൻ, നല്ല മനുഷ്യരുമായി സഹകരിക്കാൻ, നല്ല മനുഷ്യരുടെ പിന്നാലെ കൂടാൻ, നല്ല മനുഷ്യനോടുമായി കൂട്ടുകെട്ടാൻ, നന്മ കാണാനും നന്മ ഉൾക്കൊള്ളാനും ആഗ്രഹിക്കുന്ന ഈ കലുഷിതമായ നാട്ടിൽ അങ്ങനെ ആഗ്രഹമുള്ള നല്ല മനുഷ്യന്മാർ തീർച്ചയായും നമുക്ക് സഹകാരികളായി കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.